40 മിസൈലുകളും 320 ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് യമനിലെ ഹൂത്തി വിമതർ ഇസ്രായേലിലെ വലിയ തരത്തിലുള്ള എല്ലാ നഗരങ്ങളിലും ആക്രമണം നടത്തി എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. ആദ്യമായി ആക്രമണ വിവരം മുഴുവൻ സ്ഥിരീകരിച്ചുകൊണ്ട് ഇസ്രായേലും രംഗത്ത് വന്നിരിക്കുന്നു. ഹൂത്തികൾ രണ്ടും കണക്കാക്കി ഇറങ്ങിയിരിക്കുന്നു. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് ഹൂത്തികൾ പോകുന്നു. ഇസ്രായേലി മിലിറ്ററിയും ഇതുവരെ ഹൂത്തി ആക്രമണങ്ങളോട് കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. കാരണം വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ തങ്ങൾക്കില്ല എന്നായിരുന്നു ഇതുവരെ IDF അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ IDFിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നു. അൻസാർ അള്ളാ മൂവ്മെൻറ്റ് ഉൾപ്പെടെ അതോ ഹൂത്തികളോ ആണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. ഇസ്രായേൽ മൗനം വെടിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കാരണം ഇസ്രായേൽ നോക്കി നിൽക്കെ ഇസ്രായേലിനെ ഹൂത്തികൾ അടിച്ച് പരത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതാണ്ട് 320ഓളം ഡ്രോണുകൾ ഒരുമിച്ച് ഇസ്രായേലിലേക്ക് യമനീസ് അതിർത്തിയിൽ നിന്നും വന്നു എന്നുള്ളതാണ്. 2000 കിലോമീറ്റർ അകലെയുള്ള ഹൂത്തികളെ തിരിച്ചാക്രമിക്കുക എന്ന് പറയുന്നത് പോലും ഇസ്രായേലിന് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ലോകത്തെ വലിയ സൈനിക ശക്തിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഹമാസിനോടും ഹൂത്തികളോടും അൻപേ പരാജയപ്പെടുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇസ്രായേൽ. പലസ്തീനിലെ നിരപരാധികളായ അഭയാർത്ഥികളെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവകാശികളായിട്ടുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ യുദ്ധത്തിൻ്റെ രൂക്ഷത മൂലം കഴിയുന്നവരെ കൊന്നൊടുക്കിയതല്ലാതെ ഇസ്രായേലിന് യുദ്ധവിജയമായി ഒന്നും അവകാശപ്പെടാനില്ല. ഏതാണ്ട് ഒരു വർഷത്തിലേറെ യുദ്ധം നടത്തിയിട്ടും ബന്ദികൾ എവിടെയുണ്ട് എന്ന് പോലും അറിയാൻ കഴിയാതെ ഇസ്രായേൽ പാടുപെടുമ്പോൾ ഇസ്രായേലിനെ ഹൂത്തികൾ ആക്രമിച്ച് കീഴടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇസ്രായേലിലെ നഗരങ്ങളിൽ എങ്ങും ഹൂത്തി ആക്രമണത്തിൻ്റെ ഭീതിയാണ്. എയർപോർട്ടുകളിൽ നിന്ന് ആളുകൾ ജീവൻ രക്ഷാർത്ഥം ഓടുന്ന ചിത്രങ്ങളും വീഡിയോകളും വരുന്നു. ഹൂത്തികൾ ഇസ്രായേലിനെ നശിപ്പിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം സംശയിക്കുന്നത്. ഹൂത്തി ആക്രമണങ്ങൾ ഇസ്രായേൽ കണക്ക് കൂട്ടുന്നതിലും ഭീകരമാണ്. ഗസയിൽ ആക്രമണം തുടങ്ങിയ അന്നു മുതൽ ഹൂത്തികൾ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഹൂത്തികളുടെ ആക്രമണം മറ്റ് ഗ്രൂപ്പുകളുടെ ആക്രമണം പോലെയല്ല. ഭൂമിശാസ്ത്രപരമായി ഇസ്രായേലിൽ നിന്നും ഏതാണ്ട് 2000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ടുപോലും ബലിസ്റ്റിക്, ഹൈപ്പർസോണിക്, സൂപ്പർസോണിക് മിസൈലുകളും ഡ്രോണുകളും അത്യാധുനിക ശേഷിയുള്ള ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഹൂത്തികൾ ആക്രമിക്കുകയാണ് ഇസ്രായേലിനെ. ഹൂത്തി ആക്രമണങ്ങളെ ആദ്യം ശ്രദ്ധിക്കാതിരുന്ന ഇസ്രായേൽ ഇപ്പോൾ മൗനം വെടിഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടാകില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.